ഒരു ദിവസം പെട്ടെന്നൊരു നിമിഷത്തിൽ ഭൂമി അതിന്റെ ഭ്രമണം നിർത്തിയാൽ എന്താകും? ഭൂമിയിലെ ജീവന്റെ നിൽ തുടരും വരെ നമ്മൾ കരുതിയിരുന്നത് പോലെ ആകുമോ? ആകസ്മിക് നിൽപ്പ്. ഭൂമി വലയുന്നത് നിർത്തുന്നു. പകൽ ഇല്ല, രാത്രിയുമില്ല. സൗരമണ്ഡലത്തിലെ ദിനചര്യ തകരുന്നു. സൂര്യോദയവും അസ്തമയവും നിൽക്കുന്നു. വായു തിരക്കുകൾ. ഭ്രമണം നിൽക്കുമ്പോൾ ഭൂമിയിലെ അന്തരീക്ഷം നിയന്ത്രണം വിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഗതിമാറും. അതിവേഗ കാറ്റുകൾ, വലിയ ചുഴലിക്കാറ്റുകളും ശക്തമായ പെയ്ത്തുകളും സൃഷ്ടിക്കും. സമുദ്രങ്ങളുടെ കലാപം. സമുദ്രങ്ങൾ അവരുടെ സ്വാഭാവിക സങ്കേതം വിട്ട് ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഒഴുകും. ഒരു ഭാഗം മുഴുവനായും വെള്ളത്തിൽ മുങ്ങും, മറ്റൊരു ഭാഗം വറ്റിപ്പോകും. ചുംബക ശക്തിയുടെ നഷ്ടം. ഭ്രമണത്തിലൂടെ ഉരുത്തിരിയുന്ന ഭൂമിയുടെ ചുംബകശക്തി തളർന്നു പോകും. ഇതുമൂലം സൂര്യനിലയിൽ നിന്നുള്ള അപകടകരമായ രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തും. കാലാവസ്ഥയുടെ അട്ടിമറികൾ. ഒരു ഭാഗം നിരന്തരം സൂര്യപ്രകാശത്തിൽ ചൂടായി കത്തുന്നു, മറുവശം പൂർണ്ണമായും ഇരുണ്ടതും തണുത്തതുമാകുന്നു. ജൈവപരമായ പ്രതിസന്ധി. തണുപ്പ്, ചൂട്, വെളിച്ചം, ഇരുണ്ടത് എല്ലാത്തിലും ജീവജാലങ്ങൾ പെട്ടെന്ന് മുങ്ങുന്നു. അനേകം സ്പീഷീസുകൾ അപ്രത്യക്ഷമാകുന്നു. മനുഷ്യരുടെ പരാജയം. മാനവിക സമൂഹം തകർന്നുപോകുന്നു. ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടിയുള്ള പോരാട്ടം ശക്തമാകുന്നു. രാജ്യങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും പരിഭ്രാന്തിയിലാകും. സാങ്കേതിക ശ്രമങ്ങൾ. ഭൂമിയുടെ ഭ്രമണം വീണ്ടും തുടങ്ങിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. ഭീഷണിയേറിയ മെക്കാനിക്കൽ എഞ്ചിനുകൾ നിർമ്മിക്കപ്പെടുന്നു, പക്ഷേ വിജയം അനിശ്ചിതമാണ്. സംസ്കാരപരമായ മാറ്റങ്ങൾ. ധാരാളം മതങ്ങളും സിദ്ധാന്തങ്ങളും ഇങ്ങനെയൊരു സംഭവത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കും. പുതിയ ജീവിതം. ഭൂമിയുടെ ഈ പുതിയ നിലയിൽ മനുഷ്യൻ സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. പുതിയ സമയമാനങ്ങളും രീതികളും രൂപപ്പെടുന്നു. ഭാരങ്ങൾ പഠിക്കുക. ഈ ദുരന്തം ഭൂമിയുടെ നിശ്ചിത തുലനത്തിന്റെ ഗൗരവം നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭാവിയുടെ പ്രതീക്ഷ. സമസ്യകൾക്കിടയിലും മനുഷ്യൻ പ്രതീക്ഷയും തീരുമാനവും കാണിക്കുന്നു. ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നു. ഇത് ഒരു ജാഗ്രതാപദേശമാണ്. ഭൂമിയുടെ സമതുലിത സാഹചര്യങ്ങൾ നമ്മളെ എങ്ങനെ സജീവമായി നിലനിർത്തുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഭൂമി നമ്മുടേതാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.